ഞാൻ ആരാന്ന് പറയോ അപ്പൊ? അത് ബ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളല്ലേ പ്രാങ്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ എല്ലാ മാനേഴ്സും പുള്ളിക്കാരിക്ക് അറിയാം. ഞാൻ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ പുള്ളിക്കാരി ഇത് എന്തുകൂടെ ആയിപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചേട്ടാ എപ്പോഴാ വരുന്നതെന്ന് വെച്ചിട്ട് പുള്ളിക്കാരി വെച്ചിട്ട് പോകും. മനസ്സിലായി? ചിലപ്പോൾ എന്റെ ഫോൺ പോലും ചിലപ്പോൾ എടുക്കത്തില്ല, പറയാൻ പറ്റൂല. മനസ്സിലായില്ല? അപ്പൊ ബ്രോ അത് നോക്കി. പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് ചീറ്റി പോകും. പുള്ളിക്കാരി എന്ത് പറയുന്ന അറിയോ? പുള്ളിക്കാരി അത് പറയുന്നത് വെച്ചാൽ നിങ്ങളത് പറയുമ്പോൾ അവൻ എന്താ ചേട്ടെന്ന് പറയും. മനസ്സിലായില്ലേ? പേഴ്സണലി വന്ന് എന്റെ അടുത്ത് സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ അല്ലെ നിങ്ങളുടെ അതൊന്നും റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. നോക്കി കണ്ടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നടക്കുമെന്നുള്ളത് കാര്യം ഭയങ്കര പാടാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് പറയാ, ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ഇന്ന സീൻസ് ഒക്കെ ഉണ്ട്, ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ട്, ഫ്രഞ്ച് കിസ് ഒക്കെ ഉണ്ട്, ഇവര് പറയുന്ന ആരതിക്ക് ഇഷ്ടാവും. അല്ല എന്റെ അടുത്ത് ചോദിക്കാനേ പറയൂ, ഞാൻ എന്താ ഡിസൈഡ് ചെയ്യുന്ന പറയത്തുള്ളൂ. പുള്ളിക്കാരിയായിട്ട് ഒരു അഭിപ്രായം പറയത്തില്ല. വിളിച്ചു നോക്കിയാലോ? വിളിച്ചു വെക്കാം. ഞാൻ എന്റെ ഫോണിൽ നിന്നാണ് വിളിക്കേണ്ടത്. ബോളിവുഡിൽ ബോളിവുഡിൽ നിന്ന് ഒരാളുണ്ട്, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബ്രോ അങ്ങനെ സംസാരിക്കും. ആരെന്ന് വെച്ചാൽ സംസാരിക്കുക. വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? വളരെ യൂഷ്വലായിട്ട് സംസാരിച്ചാൽ ഫോൺ എടുക്കാത്ത എന്താന്ന് ചോദിച്ചിട്ട് വിളിക്കട്ടാ. ഒരു ഡിസ്കഷനിലായിരുന്നു പറഞ്ഞ ഫിലിമിന്റെ. സേവ് ചെയ്തിരിക്കുന്ന വൈഫി എന്നാണ്, കൊടുത്തേക്കാം. ഹലോ. എടാ പിന്നെ ഇവിടെ നമ്മളെ ബോളിവുഡിന്റെ ഒരു ഡയറക്ടർ ഒരാളുണ്ട്, ഒരു അപ്കമിങ് ഡയറക്ടറാണ്. അപ്പൊ പുള്ളിക്കാരൻ അതിന്റെ ഈ കാസ്റ്റിംഗ് ഡയറക്ടറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ എന്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ അറിയാം. അപ്പം ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഒരു മിനിറ്റ്. ഹലോ. ഹായ് ആരതി. ആരതി ഹായ്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളൊരു ഫിലിമിന്റെ ഡിസ്കഷൻ ആയിട്ട് വന്നതാണേ റോബിനോട് സംസാരിക്കാൻ. അപ്പോഴാ റോബിൻ പറയുന്ന ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. നമ്മളീ റോബിനെ വെച്ചിട്ട് ഒരു ബോളിവുഡ് സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. പറഞ്ഞില്ലായിരുന്നോ? യെസ്. അപ്പം നമ്മളപ്പോ പ്ലാൻ ചെയ്യുന്നത് ദീപിക പടുക്കോനെയും ഇയാളെയും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പ്രശ്നം ഇദ്ദേഹത്തിന് ഇപ്പൊ സംസാരിച്ചോ പറയുന്ന ആരതിയോടൊന്നും സംസാരിച്ചിട്ട് മാത്രം ഈ പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യാന്നാ. അതല്ല, എന്തറിയോ ആരതി പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ സീനിൽ ഇച്ചിരി സിനിമയിൽ ഇച്ചിരി ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ട് ദീപിക പടുക്കോണായിട്ട്. ഇച്ചിരി ഫ്രണ്ട് കിസ്സും ഇച്ചിരി ഇന്റിമേറ്റ് സ്ട്രോൾസും സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആള് പറയുന്ന ആരതിക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ട് ആരതിയോട് ചോദിച്ചിട്ട് മാത്രം സിനിമ കമ്മിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ്. അയ്യോ ശരിക്കും പറയുന്നത്, നമ്മള് ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാ ഇന്ന് വന്നേക്കുന്നത്. ഇദ്ദേഹം പ്രസ് മീറ്റിന് പോകുന്ന വഴിയാണ്. അപ്പൊ ആരതിയോട് ചോദിച്ചിട്ട് നമ്മളോട് അറിയിക്കാന്നാ പറയുന്നത് ഈവനിങ്. എന്താ ആരതിക്ക് എന്താ ഓക്കെ ആണോ? ചെയ്യാൻ പോകുന്ന ആള് ഓക്കെ ആണ്. ആരതിക്ക് ഓക്കെ ആണെങ്കിൽ റോബിൻ ഓക്കെ അല്ലേ? പുള്ളിക്കാരത്തി ഓക്കെ ആണെന്ന് പറയും. പുള്ളിക്കാരത്തി ഓക്കെ അല്ല, അത്ര ഓക്കെ അല്ല. അതൊരു സിനിമയായിട്ട് കണ്ടാ പോരെ? ഇന്റിമേറ്റ് സീൻ ഇല്ലെങ്കിൽ ഓക്കെ ആണോ? കുഴപ്പമില്ല. അത് സാധാരണ കിസ്സാണെങ്കിൽ കുഴപ്പമില്ലല്ലേ? സാധാരണ കിസ്സാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല, ദീപിക പടുക്കോൺ ഓപ്പോസിറ്റ്, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ല, സീരിയസ് ആയിട്ട് നമ്മള് ഫിലിമിന്റെ കാര്യം സ്റ്റോറി പറയാൻ വേണ്ടിട്ടാ വന്നത്. അപ്പൊ ഇദ്ദേഹത്തിനോട് ഈ ഇന്റിമേറ്റ് റോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത്, അതായത് ആരതിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യത്തില്ല, ആരതിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. പുള്ളിക്കാരൻ ഓക്കെ ആണോ? കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഇന്റിമേറ്റ് റോൾ സീൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇല്ല, ആൾക്ക് കുഴപ്പമില്ലെന്നാണ് ഇപ്പൊ നമ്മളോട് പറയുന്നത്. കുഴപ്പമില്ലല്ലോ റോബിന്? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ആരതിക്ക് കുഴപ്പമുണ്ടല്ലേ? എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. അതെന്താ കുഴപ്പമുള്ളേ? നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആണോ? അയ്യേ, അതുകൊണ്ടല്ല. ഇപ്പൊ എനിക്ക് കുറെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നും, മലയാളത്തിൽ നിന്നാണെങ്കിലും പക്ഷെ ഞാൻ ചെയ്യാൻ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആര് റോബിനമ്മ സമ്മതിച്ചില്ല? റോബിൻ ചേട്ടൻ ഇല്ല ആരതി മനസ്സ് തുറന്നോ? കുഴപ്പമില്ല. നമ്മൾ ആ പ്രതികാരമാണോ നമ്മൾ തീർക്കുന്നത്? നമ്മൾ അന്ന് സമ്മതിക്കാത്തോണ്ട്.
ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ നമുക്ക് ചെയ്യാലോ, ഇതൊന്നും ഇല്ലെങ്കിലും ചെയ്യാലോ. അപ്പൊ ഇന്റിമേറ്റ് സീനില്ലെങ്കിൽ കുഴപ്പമില്ലെന്നല്ലേ? ഓ, സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതാ സ്റ്റോറിയാ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മളുടെ പ്രൊഡ്യൂസറിന്. അല്ലാതെ നമ്മളല്ല. മസാല മൂവി ആയിട്ടല്ല അത് ആക്ച്വലി. ചിലപ്പോൾ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടാനും മാത്രമുള്ള ഒരു വലിയ ക്യാരക്ടർ. അത് നമ്മൾ റോബിനെ തന്നെ വേണമെന്ന് നമ്മളുടെ ക്രൂവിന് ഭയങ്കര നിർബന്ധം. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്നാ റോബിനെ നമുക്ക് ദീപിക പടുക്കോണെ മാറ്റി ആരതിനെ നായികയാക്കിയാൽ? ചോദിക്കും, നിങ്ങളല്ലേ സിനിമ എടുക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും ഇന്റിമേറ്റ് സീൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, പുള്ളിക്കും ഓക്കെ ആയിരിക്കും, ആരതിക്കും ഓക്കെ ആണല്ലോ. ഇഷ്ടമില്ല. ഓ ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ആരതിക്ക് അപ്പോ അഭിനയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ റോബിന്റെ കൂടെ? എനിക്കല്ല, ചേട്ടൻ എവിടെ വേണമെങ്കിലും അഭിനയിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങള് ഉണ്ടാവണതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള ഓവറാക്കലുകളോട് മാത്രമേ എനിക്ക് താല്പര്യമില്ലാത്തേ ഉള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്നാ ഈ ദീപിക പടുക്കോണെ മാറ്റിയിട്ടേ പുള്ളിക്കാരത്തിനെ നായികയാക്കിയല്ലോ, റോബിനെ അല്ല ആരതിനെ. എന്നെയോ? എനിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാനൊന്നും അറിയില്ല. പക്ഷെ 3 പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തത് തന്നെ എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇല്ല, ഞങ്ങളെ നിർബന്ധിക്കാം. ഹലോ, ഇത് ശരിക്കും പറയണത് ആരതി? ഹലോ, ഹായ്. ഇത് ചുമ്മാ ഞങ്ങള് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് എന്ന് വിളിച്ചതാണ്. എന്റെ പേര് ഗദ്ദാഫി എന്നാണ്. ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്റിമേറ്റ് സീനൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ. ഞങ്ങളിങ്ങനെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളെ പറഞ്ഞേ, അതായത് കോൾസ് ഉണ്ടായിരുന്നു ആരതിയുടെ. അപ്പോൾ കാണാത്തോണ്ട് ഇപ്പോൾ ആള് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും പ്രസ് മീറ്റിലേക്ക് പോകാൻ. അപ്പൊ ഞങ്ങൾ ചുമ്മാ വെറുതെ വിളിച്ച് പ്രാങ്ക് ആക്കിയതാ. തീർച്ചയായിട്ടും വരും. അപ്പൊ ഇന്റിമേറ്റ് റോൾ ചെയ്യാൻ നമ്മൾക്ക് ഓക്കെ അല്ല അല്ലേ? നമ്മൾ ഇച്ചിരി പോസസീവാ. സിനിമ ചെയ്യണതും സിനിമയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് ഒരു ലിമിറ്റേഷൻസ് വെച്ച് പോകുമ്പോ എന്തായാലും ഹേർട്ട് ആവുമല്ലോ ചെറുതായിട്ട്. ഇപ്പൊ ഭർത്തൃമതിയായ സ്ത്രീയാണ്. എന്താ റോബിൻ എന്താ സേവ് ചെയ്താക്കുന്നതെന്ന് അറിയോ ഫോണില്? എന്താ ആരതിയുടെ പേര് എന്താ സേവ് ചെയ്തിരിക്കുന്നത്? എന്താ സേവ് ചെയ്താക്കുന്നത് പറ, എന്തായിരിക്കും? ആണോ? അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ആരതി എന്താ സേവ് ചെയ്താക്കുന്ന റോബിന്റെ പേര്? അയ്യടാ, നിങ്ങള് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. റോബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ? ആലോചിക്കുന്ന ഓക്കെ. ഇനി ഇഷ്ടമില്ലാത്ത കാര്യം എന്താ റോബിനില്? എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ പുള്ളി, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ? മാറ്റേണ്ടതല്ല, അത് ആളെങ്ങനെയാണോ അങ്ങനെ ഇരിക്കണതാണ് എനിക്കിഷ്ടം. അടിപൊളി. അപ്പൊ പ്രസ് മീറ്റിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, നടക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇന്റിമേറ്റ് സീൻ ഇല്ല കേട്ടോ, ഞാൻ പുള്ളിക്ക് കൊടുക്കട്ടെ. പുള്ളിക്ക് എന്തോ ഒരു ഹഗ്ഗോ കിസ്സോ എന്തൊക്കെ തരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് വരാം കേട്ടോ. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പ്രശസ്തി കൊണ്ട് തന്നെ സിനിമയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് റോബിൻ. അദ്ദേഹത്തിന്റെ സിനിമ റിലീസിന് കാത്തിരിക്കുന്നുമുണ്ട്. അതേസമയം റോബിന് ഒരു ബോളിവുഡ് സിനിമ എത്തിയാൽ ഇന്റിമേറ്റ് സീനുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആരതി അത് സമ്മതിക്കുമോ എന്ന ചോദ്യത്തിന് ആരതി നൽകിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഒരു പ്രാങ്ക് കോളിനിടെയാണ് ഇത് നടന്നത്. അഭിമുഖത്തിനിടെ ആരതിയെ ഒന്ന് വിളിച്ചു പറ്റിക്കാൻ വേണ്ടി അവതാരകൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ റോബിനും അവതാരകനും കൂടി ആരതി പൊടിയെ വിളിച്ചൊന്ന് പറ്റിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇന്റിമേറ്റ് സീനൊന്നും പറ്റില്ല എന്ന് തീർത്ത് ആരതി പറയുന്നത്. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് ആരതിയുടെ പക്ഷം.